നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മാറ്റത്തിന്റെ മറിമായം. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ മാറ്റിയതിന് പിന്നിൽ ബാഹ്യ സാഹചര്യങ്ങളെന്ന് റിപ്പോർട്ട്. TP സെൻകുമാർ കേസും വൈദ്യുതി ബോർഡിലെ ഉന്നതനെതിരായ അഴിമതി കേസും വരെ കാരണമായതായി സൂചന. ഒപ്പം ഹൈക്കോടതിയിൽ നിന്ന് ജേക്കബ് തോമസിനെതിരെ ഉയർന്ന രൂക്ഷ വിമർശനങ്ങളും. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ TP സെൻകുമാർ നൽകിയ കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത് ഈ മാസം 10-ന്. കോടതി വിധി സർക്കാരിനെതിരായാൽ സെൻകുമാറിന് പദവി തിരികെ നൽകണം. ഈ സാഹചര്യത്തിൽ നിലവിലെ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് സുരക്ഷിത സ്ഥാനം ഒരുക്കുകയായിരുന്നു സർക്കാർ ലക്ഷ്യമെന്ന് വിലയിരുത്തൽ. മുതിർന്ന IAS ഉദ്യോഗസ്ഥനെതിരെ ഋഷിരാജ് സിംഗ് വൈദ്യുതി ബോർഡ് വിജിലൻസ് ഓഫീസർ ആയിരിക്കെ കണ്ടെത്തിയ ക്രമക്കേടും ജേക്കബിന് കെണിയായി. ഈ അഴിമതിയിൽ അന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ് ഡയറക്ടർ സർക്കാരിനെ സമീപിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. അതിനിടെ വിജിലൻസ് വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ജേക്കബ് തോമസ് സർവീസ് സ്റ്റോറി എഴുതാൻ ഒരുങ്ങുന്നതായി സൂചന. പുതിയ തസ്തികയിലേക്ക് മാറണോ എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇനി വിജിലൻസിലേക്ക് ഇല്ലേ എന്ന ചോദ്യത്തിന് ഇനിയും അങ്ങോട്ട് പോകണോ എന്ന് മറുചോദ്യം. ഓർമ്മയാകുന്ന ലഹരിക്കാലം. സുപ്രീം കോടതി വിധിയെ തുടർന്ന് സംസ്ഥാനത്ത് പൂട്ടുവീണത് 1900-ഓളം മദ്യശാലകൾക്ക്. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ നിന്ന് 500 മീറ്റർ ദൂരപരിധിയിലുള്ള വിൽപ്പനശാലകളും ബിയർ വൈൻ പാർലറുകളും പഞ്ചനക്ഷത്ര ബാറുകളും ഇനിയില്ല. വഴിയോരത്തെ കള്ളുഷാപ്പുകൾക്കും സ്റ്റോപ്പ് മെമ്മോ. ദൂരപരിധി നിബന്ധന അനുസരിച്ച് ഏറ്റവും അധികം മദ്യശാലകൾ അടച്ചുപൂട്ടേണ്ടി വന്നത് എറണാകുളത്ത് 295 കേന്ദ്രങ്ങൾ. 25 മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ പൂട്ടിയ വയനാട് ജില്ലയാണ് ഏറ്റവും കുറവ്. താഴെ വീഴുന്ന മദ്യശാലകളിൽ കോട്ടയം ജില്ലയ്ക്കാണ് 2ാം സ്ഥാനം, 236 എണ്ണം. തലസ്ഥാന ജില്ലയിൽ 84 മദ്യശാലകൾക്ക് ഷട്ടറിട്ടു. അതേസമയം സംസ്ഥാനത്തേക്ക് വൻതോതിൽ വ്യാജമദ്യവും സ്പിരിറ്റും ഒഴുകുമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. മദ്യദുരന്തത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ബാർ ലൈസൻസ് റദ്ദായ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ എക്സൈസ് പരിശോധന. കെണിയിൽ വീണ കുരുക്ക്. AK ശശീന്ദ്രന്റെ രാജിക്കിടയാക്കിയ ഫോൺ സംഭാഷണ വിവാദത്തിൽ ചാനൽ പ്രവർത്തകരെ ക്രൈംബ്രാഞ്ച് ഇന്നും നാളെയുമായി ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ചാനൽ മേധാവി ഉൾപ്പെടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 9 പേർക്കും നോട്ടീസ്. നടന്നത് ക്രിമിനൽ ഗൂഢാലോചനയെന്ന് ക്രൈംബ്രാഞ്ച് FIR. മന്ത്രിയും വനിതാ മാധ്യമ പ്രവർത്തകയുമായുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോണും അനുബന്ധ ഉപകരണങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിക്കും. ഉപകരണങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ചാനലിന് നോട്ടീസ്. എഡിറ്റിംഗിലെ കൃത്രിമങ്ങൾ പോലീസ് പ്രത്യേകം പരിശോധിക്കും. കേസിൽ പരാതിക്കാരായ മുജീബ് റഹ്മാന്റെയും ശ്രീജ തുളസിയുടെയും മൊഴികൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത് ഇന്നലെ. സംഭവം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ച് സർക്കാർ. അതിനിടെ പ്രതികൾ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതായി പോലീസ്. തുരന്നു കിട്ടിയ വിസ്മയം. ഏഷ്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത ഇന്ന് ഇന്ത്യക്ക് സ്വന്തം. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഉധംപൂർ റംബാൻ ടണൽ വേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെയുള്ള 4 വരി പാതയ്ക്ക് ദൈർഘ്യം 10 കിലോമീറ്റർ. 4 വർഷം കൊണ്ട് റെക്കോർഡ് വേഗത്തിൽ പണിത തുരങ്കപാതയ്ക്കായി ചിലവിട്ടത് 2519 കോടി രൂപ. ജമ്മു ശ്രീനഗർ റൂട്ടിൽ 41 കിലോമീറ്റർ യാത്രാദൈർഘ്യം കുറയ്ക്കുന്ന പാത നൽകുക, യാത്രാ സമയത്തിൽ 2 മണിക്കൂറിന്റെ ലാഭം. സുരക്ഷയ്ക്കായി പാതയുടെ അതേ ദൈർഘ്യത്തിൽ സമാന്തര തുരങ്കവും സജ്ജം. പേമാരിയിൽ നടുങ്ങി. തെക്കൻ കൊളംബിയയിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 206 പേർ മരിച്ചതായി സ്ഥിരീകരണം. നിരവധി പേരെ കാണാതായി. മെക്കോവയിൽ തകർന്നത് 100 കണക്കിന് വീടുകൾ. ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് രാത്രി സമയത്തുണ്ടായ പേമാരിയും മണ്ണിടിച്ചിലും. രക്ഷാപ്രവർത്തനം തുടരുന്നു. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.